ഹായ് സ്റ്റുഡൻസ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 മാത്തമാറ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സെറ്റ് ആണ്. അപ്പോൾ സെറ്റ് നമ്മൾ സെറ്റ് ആക്കി എടുക്കാൻ പോവാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, അപ്പൊ എന്താണ് സെറ്റ് എന്നുള്ളത് പറയാണ്ട് നമുക്ക് പോകാൻ കഴിയില്ല. എന്താണ് സെറ്റ് എന്ന് വെച്ചാല്, സെറ്റ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആണ്. അത് നമുക്കറിയാം അല്ലേ? കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ഇനിയാണ് നമ്മൾ സെറ്റ് എന്ന് പറയാം. എന്നാൽ എല്ലാ കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സിനും നമ്മൾ സെറ്റ് എന്ന് പറയുമോ, അല്ലെങ്കിൽ ഏത് കളക്ഷനെയാണ് നമ്മൾ സെറ്റ് എന്ന് പറയാ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു എക്സാമ്പിൾ എടുക്കുക. നമ്മൾ സെറ്റിനെ യൂഷ്വലി ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെ ഒരു കേളി ബ്രാക്കറ്റിന്റെ അകത്താണ്. ഓക്കെ, സോ നമുക്ക് ഇതൊരു കളക്ഷൻ ആണ്. AEIOU എന്ന് പറയുന്ന ഒരു കളക്ഷൻ എടുത്തു. ഞാൻ പറയാണ് ഇതൊരു സെറ്റ് ആണ്. ആൻഡ് അനദർ കളക്ഷൻ എടുത്തു, all beautiful people in Kerala. ഞാൻ പറയാണ് ഇതൊരു സെറ്റ് അല്ല. ഓക്കെ, ഇപ്പൊ ഇതൊരു സെറ്റ് ആണെന്ന് പറഞ്ഞു, ഇതൊരു സെറ്റ് അല്ല എന്ന് പറഞ്ഞു. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇതിനെ എന്താണ് ഒരു സെറ്റ് ആക്കി മാറ്റുന്നത്, ഈ ഒരു സംഭവത്തിനെ, ഈ ഒരു കളക്ഷനെ? സോ കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് എന്ത് വേണമെങ്കിലും ആവാട്ടോ. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഞാനാവാം, നിങ്ങളാവാം, പിന്നെ വാട്ടർ ആവാം, സ്കൈ ആവാം, എ ആവാം, ബി ആവാം, സി ആവാം. ഇങ്ങനെ എന്തിനു വേണമെങ്കിലും നമുക്ക് ഒബ്ജക്ട്സ് ആയിട്ട് എടുക്കാം. സോ ഒരു സെറ്റ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഈ ഒബ്ജക്റ്റ് ആണ്, അതിന്റെ ഒരു കളക്ഷൻ ആണ്. പക്ഷെ എന്ന് വെച്ചാൽ എല്ലാ കളക്ഷനും നമുക്ക് എന്ത് പറയാൻ കഴിയില്ല, സെറ്റ് ആണെന്ന് പറയാൻ കഴിയില്ല. സോ ഇവിടെ നോക്കുക, ഇവിടെ AEIOU എന്ന് പറയുന്ന ഒരു കളക്ഷനാണ് തന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് P എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ്, അത് ഇതിനകത്തുണ്ടോ? ഇല്ല. S ഉണ്ടോ? ഇല്ല. ഇനി വാട്ടർ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ആണല്ലോ, അത് ഇതിനകത്തുണ്ടോ? ഇല്ല. പിന്നെന്താണ്? മീ, ഞാൻ ഉണ്ടോ? ഇല്ല. യു, നിങ്ങളും ഇല്ല. ഉള്ളത് എന്താണ്? AEIOU. സോ എ ഉണ്ടോന്ന് ചോദിച്ചാൽ യെസ്, ഇ ഉണ്ടോന്ന് ചോദിച്ചാൽ യെസ്, യു ഉണ്ടോന്ന് ചോദിച്ചാൽ യെസ്. അങ്ങനെ നമുക്ക് പറഞ്ഞു പോവാം. ഇനി ഇവിടെ ഒരു സെറ്റ് എടുത്തു, ഓൾ ബ്യൂട്ടിഫുൾ പീപ്പിൾ ഇൻ കേരള. അപ്പൊ ഞാൻ പറയാണ് ഞാൻ വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഞാൻ പറഞ്ഞു ഞാൻ ബ്യൂട്ടിഫുൾ ആണ്. അപ്പൊ ഇതിലുണ്ട് അല്ലെ? ഇതിലുണ്ട്. എന്നാൽ എന്റെ ഫ്രണ്ട് പറയണ നോ, നീ അത്ര ബ്യൂട്ടിഫുൾ ഒന്നും അല്ല. അപ്പം ഈ സെറ്റിൽ ഇല്ല. സോ അതിലൊരു അൺസർട്ടനിറ്റി വന്നു. അപ്പൊ ഞാൻ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ഈ സെറ്റിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്, ഈ കളക്ഷനകത്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിൽ ഒരു അൺസർട്ടനിറ്റി വരികയാണ്. അത് ഡിഫൈൻഡ് അല്ല. സോ ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഡിഫൈൻഡ് അല്ല. ബ്യൂട്ടിഫുൾ പീപ്പിൾ എന്ന് പറയുന്നത് ഡിഫൈൻഡ് അല്ല. നമുക്ക് എക്സാക്റ്റ് ആയിട്ട് ഒരാൾ ബ്യൂട്ടിഫുൾ ആണോ അല്ലയോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. സോ അതുകൊണ്ട് തന്നെ ഇതൊരു സെറ്റ് അല്ല. സോ വാട്ട് ഈസ് എ സെറ്റ്? ഇവിടെ ആണെങ്കിൽ നേരെ തിരിച്ച് നമുക്ക് ഏത് ഒബ്ജക്റ്റ് എടുത്താലും അത് ഇതിലുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റും. ബിലോങ്സ് ടു ഓർ ഡസ് നോട്ട് ബിലോങ് ടു, ബിലോങ്സ് ടു ഓർ നോട്ട്. ഈ ഒരു സംഭവം നമുക്ക് ഈ ഒരു സെറ്റിൽ പറയാൻ പറ്റും. AEIOU ഏതൊരു ഒബ്ജക്റ്റ് എടുത്താലും, ഇപ്പൊ ലാപ്ടോപ്പ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ അത് ഇതിനകത്തില്ല. നേരെ മറിച്ച് ഐ ഉണ്ടോ എന്ന് ചോദിച്ചാൽ യെസ് ഉണ്ട്. എന്നാൽ ഇവിടെ ഇപ്പം വാട്ടർ എന്ന് പറയുന്ന, ഇപ്പൊ ഇവിടെ നോക്കുക, വാട്ടർ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ഇതിനകത്തില്ല. കാരണം പീപ്പിൾ ആണ്, അതിൽ വാട്ടർ വരില്ല, അതില്ല. പക്ഷേ ഇപ്പം മമ്മൂട്ടിനെ എടുത്തു. മമ്മൂട്ടി ബ്യൂട്ടിഫുൾ ആണെന്ന് നമുക്കൊക്കെ അറിയാം. എന്നാലും ചിലർ പറയുന്നത് ബ്യൂട്ടിഫുൾ അല്ല, അങ്ങനെ തോന്നാലോ. സോ അങ്ങനത്തെ കേസസിൽ അവിടെ ഒരു അൺസർട്ടനിറ്റി വരികയാണ്. അത് ഡിഫൈൻഡ് അല്ല, അതായത് ഈ ഒരു പ്രോപ്പർട്ടി ഡിഫൈൻഡ് അല്ല. സോ എന്താണ് സെറ്റ്? അതിന്റെ ഡെഫിനേഷൻ അപ്പോൾ എന്തായിരിക്കും? Now look at the definition. A set is a well-defined collection of objects. Okay, അപ്പോൾ ഈ well-defined collection എന്ന് പറയുന്ന ഒരു സംഭവത്തിനൊന്ന് കാര്യമായിട്ട് നമ്മൾ എടുക്കണം. അപ്പൊ എന്താണ് വെൽ ഡിഫൈൻഡ്? ഒന്നുമില്ല. വെൽ ഡിഫൈൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് എടുത്താൽ ആ കളക്ഷനകത്ത് ഉണ്ടോ ഇല്ലയോ. ഉണ്ട് എന്നുള്ളതിന് നമ്മൾ ഈ ഒരു നൊട്ടേഷൻ ആണ് എടുക്കുക, A belongs to A. ഓക്കെ, യൂഷ്വലി നമ്മൾ എന്താ നോക്കുക, യൂഷ്വലി ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ ലെറ്റേഴ്സ്. നമ്മൾ സെറ്റുകളെ യൂഷ്വലി ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടും പിന്നെന്താണ് അങ്ങനെ ഒരു നൊട്ടേഷൻ ആണ് കൊടുക്കുക. അതിന് നേരെ മറിച്ച് നമ്മൾ എലിമെന്റ്സിനെ യൂഷ്വലി സ്മോൾ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുക. ഇപ്പൊ എലിമെന്റ്സ് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണെങ്കിൽ, ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ AEIOU അതൊക്കെ അറിയാവുന്നതാണ്. അതിൽ ചിലപ്പോൾ എലിമെന്റ്സ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സും വരാം. അറിയാവുന്ന എലിമെന്റ്സ് ആണെങ്കിൽ ഇപ്പൊ നമ്മൾ എന്തെടുത്തു, 1 2 3
അങ്ങനെയൊക്കെ ആണെങ്കിൽ ഓക്കെ. അതല്ലാണ്ട് നമ്മൾ റാൻഡം ആയിട്ട് ഓക്കെ ഇതിൽ ഒരു എലിമെന്റ് ഉണ്ട് എന്ന് വിചാരിക്കാന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ യൂഷ്വലി സ്മോൾ ലെറ്റർ ആണ് എലിമെന്റ് ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പൊ അതിനകത്തുള്ള ഒബ്ജക്ട്സിനെയാണ് എലിമെന്റ്സ് എന്ന് വിളിക്കുന്നത്. യൂഷ്വലി ഡിനോട്ടഡ് ബൈ, അപ്പൊ ഈ സെറ്റിനെ യൂഷ്വലി ക്യാപിറ്റൽ ലെറ്റേഴ്സ് ABCXYZ ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഡിനോട്ട് ചെയ്യുക. റാൻഡം ആയിട്ട് നമ്മളൊരു എലിമെന്റ് എടുക്കുമ്പം AB ഒക്കെ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, അപ്പം വെൽ ഡിഫൈൻഡ് എന്ന് പറയുമ്പോൾ അത് ഞാൻ ഒന്നുകൂടി പറഞ്ഞില്ല. അതെന്ന് പറഞ്ഞാൽ ബിലോങ്സ് ടു ഓർ ഡസ് നോട്ട് ബിലോങ് ടു, ബിലോങ് ടു ഓർ ഡസ് നോട്ട് ബിലോങ് ടു എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റണം. ഒരു ഒബ്ജക്റ്റ് എടുത്താൽ അത് ആ കളക്ഷനിൽ ബിലോങ്സ് ടു ആണോ ഡസ് നോട്ട് ബിലോങ് ടു ആണോ നമുക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഏതൊരു ഒബ്ജക്റ്റ് എടുത്താലും പറയാൻ പറ്റുകയാണെങ്കിൽ അതൊരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ആണ്. ഒരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ആണ് എന്ത്, സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നോക്കാം. ഇനി നമ്മൾ മാത്തമാറ്റിക്സിൽ കണ്ടില്ലേ, പെർട്ടിക്കുലർലി ഇൻ മാത്തമാറ്റിക്സ്. അപ്പൊ മാത്തമാറ്റിക്സിൽ നമ്മൾ എടുക്കുന്ന കുറച്ച് സെറ്റുകളുടെ എക്സാമ്പിൾ ആണ്. ഇതൊന്നുമല്ല, നമുക്ക് ഇഷ്ടംപോലെ സെറ്റുകൾ മാത്തമാറ്റിക്സിൽ എടുക്കുന്നുണ്ട്. എന്നാലും നോക്കുക. ഇപ്പൊ N എന്ന് പറയുന്ന ഒരു നൊട്ടേഷൻ ഓർത്ത് വെക്കുക. N എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. Z എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ഇന്റിജേഴ്സ് ആണ്. Q എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ് ആണ്. R എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. Z പ്ലസ്, ഇങ്ങനെ ഒരു പ്ലസ് ഇവിടെ കൊടുക്കുകയാണെങ്കിൽ അതെന്താണ്, സെറ്റ് ഓഫ് പോസിറ്റീവ് ഇന്റിജേഴ്സ് ആണ്. ഓക്കെ, Z പ്ലസ്, ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു Z പ്ലസ് ഇങ്ങനെ ഒരു നൊട്ടേഷൻ ആണ് എടുക്കുക. ഇനി Q പ്ലസ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ് ആണ്. R പ്ലസ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആണ്. സോ ഇത്രയൊക്കെ ഓർത്ത് വെക്കുക. ഇത് നമ്മൾ മാത്തമാറ്റിക്സിൽ മാത്രം നമ്മൾ യൂസ് ചെയ്യുന്ന സെറ്റുകളാണ്, നമ്മൾ റിയൽ നമ്പേഴ്സ് അങ്ങനെയൊക്കെ പറയുന്നത്. ഇനി യൂഷ്വലി 2 ഫോമിലാണ് നമ്മൾ സെറ്റുകളെ ഡിനോട്ട് ചെയ്യുന്നത്. അതിൽ തന്നെ ചെറിയ ചെറിയ വേരിയേഷൻസ് ഒക്കെ വരുന്നുണ്ട്. നോക്കാം. റോസ്റ്റർ ഓർ ടാബ്ല ഫോം. റോസ്റ്റഡ് ഓർ ടാബ്ല ഫോം എന്ന് പറയുന്നത് എലമെന്റ്സ് ഓഫ് എ സെറ്റ് ആർ ലിസ്റ്റഡ്. ഇവിടെ നമ്മൾ എലമെന്റ്സിനെ എന്ത് ചെയ്യും, നമ്മൾ കണ്ടില്ലേ നേരത്തെ പറഞ്ഞ ഒരു സെറ്റ് ആണിത്. AEIOU എന്ന് പറയുന്ന സെറ്റ് ഇവിടെ ലിസ്റ്റ് ചെയ്യാണ് ചെയ്യുക. നമ്മൾ ചെറിയ പിള്ളേരൊക്കെ നമ്മൾ ഓരോ സാധനത്തിന് ഇങ്ങനെ ലിസ്റ്റ് ചെയ്യുന്നത് പോലെ എന്ത് ചെയ്യും, ലിസ്റ്റ് ചെയ്യും. ഇപ്പൊ ഇവിടെ നോക്കാം 1 2 3 6 7 അങ്ങനെ ഒരു സെറ്റ്. ഇനി 1 2 3 എക്സെട്ര എന്ന് പറഞ്ഞാൽ എന്ത് വന്നു, എല്ലാ നാച്ചുറൽ നമ്പേഴ്സും വന്നു. അവിടെ നമ്മൾ ലിസ്റ്റ് ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്. ഇനി നേരെ മറിച്ച്, സോ ഈ ഒരു ടേം ഓർത്ത് വെക്കുക, റോസ്റ്റർ ഓർ ടാബുല ഫോം എന്നാണ് അതിന് നമ്മൾ പറയുക. ഇനി സെറ്റ് ബിൽഡർ ഫോം എന്താണെന്നുള്ളത് നോക്കാം. ഓൾ ദി എലിമെന്റ്സ് ഓഫ് എ സെറ്റ് പോസസ് എ സിംഗിൾ കോമൺ പ്രോപ്പർട്ടി. അപ്പൊ എല്ലാ എലിമെന്റ്സിനും, അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് സെറ്റ് ബിൽഡർ ഫോമിലേക്ക് നമുക്ക് കൊണ്ടുവരണമെങ്കിൽ എല്ലാ എലിമെന്റ്സിനും എന്തുണ്ടാവണം, ഒരു കോമൺ പ്രോപ്പർട്ടി ഉണ്ടാവണം. ഇവിടെ നോക്കുക 1 2 AS. ഈ ഒരു സെറ്റിന് നമുക്ക് ഒരു കോമൺ പ്രോപ്പർട്ടി ഉണ്ടാക്കൽ ബുദ്ധിമുട്ടാണ് അല്ലെ. സോ ഇതിനൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഒരു സെറ്റ് ബിൽഡർ ഫോമിലേക്ക് മാറ്റാൻ കഴിയില്ല. നേരെ മറിച്ച് AEIOU അതിന് നമുക്ക് എന്ത് ചെയ്യാം, അതെന്താണ്, എന്താണ്, വോവൽസ് ആണ്. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ വോവൽസ് ആണ്. സോ വി ക്യാൻ, ഇവിടെ നമ്മളത് ചെയ്തിട്ടുണ്ട്, V is equal to X such that. അപ്പൊ എങ്ങനെയാണ് സെറ്റ് ബിൽഡർ ഫോമിലേക്ക് മാറ്റുന്നത് എന്ന് വെച്ചാല്, സോ ഒരു സെറ്റിന്റെ നൊട്ടേഷൻ ഇതാണല്ലോ, എന്നിട്ട് ഇവിടെ ഒരു എക്സ് കൊടുക്കുക, അതായത് സെറ്റ് ഓഫ് ഓൾ എക്സ്. ഇതിനെന്താണ് വായിക്കുക, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റിനെ നമ്മൾ ഇങ്ങനെയാണ് നൊട്ടേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെയും നൊട്ടേറ്റ് ചെയ്യാം, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്. ഈ ഒരു നൊട്ടേഷൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു നൊട്ടേഷൻ യൂസ് ചെയ്യാം. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്. എന്താണ്, വാട്ട് ഈസ് എക്സ്? എക്സ് ഈസ് എ വോവൽ ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. വോവൽ ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. സോ ഇങ്ങനെയാണ് നൊട്ടേറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ ഇവിടെ നോക്കുക, C is equal to Z such that Z is an odd natural number. അപ്പൊ അങ്ങനെയാണ്, അതായത് കളക്ഷൻ ഓഫ് ഓൾ Z such that. ആ സെറ്റിന്റെ പ്രോപ്പർട്ടി എന്താണ്, കളക്ഷൻ ഓഫ് ഓൾ സെറ്റിന്റെ എല്ലാ കളക്ഷനും നമ്മൾ എടുത്തു, പക്ഷെ സെറ്റിന് ഒരു പ്രത്യേക പ്രോപ്പർട്ടി ഉണ്ട്. ആ പ്രോപ്പർട്ടി എന്താണ് എന്നുള്ളത് ഇവിടെ Z is an even number. ഈവൻ നമ്പർ. അപ്പൊ ഈവൻ നമ്പർ എന്ന് പറയുമ്പോൾ എന്താണ് വരിക, ഈവൻ നമ്പർ എന്ന് പറയുമ്പോൾ ഈ സെറ്റ് ഇസ് ഈക്വൽ ടു, ഇതിനെ നമ്മൾ എങ്ങനെയാണ് ടാബ്ല ഫോമിലേക്ക് മാറ്റുമ്പോൾ എന്ത് വരും, 2 4. ഈവൻ നമ്പർ എന്ന് പറയുമ്പോൾ ഈവൻ ഇൻറ്റിജർ കൊടുത്താൽ ഈവൻ ഇൻറ്റിജർ എന്ന് കൊടുക്കുകയാണെങ്കിൽ, ഏത് നമ്പർ ആണ് സ്പെസിഫൈ ചെയ്യുകയാണെങ്കിൽ 0 +or-2 +or-4 എക്സെട്ര എങ്ങനെയാണ് വരിക. ഓക്കെ, സോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതല്ലാണ്ട് നമ്മൾ സെറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ഡെഫിനേഷൻസ്, ഒരുപാട്
എം ടി സെറ്റ്, പവർ സെറ്റ്, സബ്സെറ്റ് തുടങ്ങിയ കുറേ കാര്യങ്ങളുണ്ട്. സോ അതൊക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ താഴെ കൊടുക്കുന്നുണ്ട്. ആ കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കോഴ്സ് കവർ ചെയ്യുന്നതായിരിക്കും. അവിടെ നമ്മൾ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക, ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനും കുറച്ചുകൂടെ നന്നായിട്ട് നമ്മൾ മാത്തമാറ്റിക്സിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നോക്കാം.